ഹായ് വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. മക്കളെ, 9ാം ക്ലാസ്സിലെ ഫിസിക്സിൽ ഗ്രാഫുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉറപ്പാണ്. സോ ഞാൻ ഒരു ഗ്രാഫ് പരിചയപ്പെടുത്താം. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചോളി, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് വൺ ടൈം ചോദിച്ച ചോദ്യം. നോക്കിക്കോ, ഇറ്റ് ഇസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്, പ്രവേഗ സമയ ഗ്രാഫാണ്. ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട്. നമുക്ക് മാസ് ഓൾറെഡി തന്നു, 1000 കിലോഗ്രാമാണ് ട്രക്കിൻ്റെ മാസ്. ബ്രേക്കിംഗ് ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഫോഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചറിയോ? ബ്രേക്കിംഗ് ഫോഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് 5 സെക്കൻഡ് ടു ബ്രിങ് ദ ട്രക്ക് ടു സ്റ്റോപ്പ് വിത്തിൻ 1 സെക്കൻഡ്. എന്താ പറഞ്ഞേ? മലയാളം വായിച്ചു തരാം. 5 സെക്കൻഡിന് ശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ ട്രക്ക് 1 സെക്കൻഡ് കൊണ്ട് നിശ്ചലമായി എങ്കിൽ പ്രയോഗിച്ച ബലം. അവിടെ കൺഫ്യൂഷൻ. ഞാനിതിലേക്ക് തിരിച്ചു വരാം, കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. നോക്കിക്കോ, ഇവിടെ 0 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെയാണ് ചോദിച്ചതെന്ന് വിചാരിക്കും. അങ്ങനെ ചോദിച്ചുവെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. 2 എന്ന് പറയുന്നത് ഇവിടെയാണ് ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം. അത് എടുക്കാനുള്ള ജസ്റ്റ് പഠിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയാണെന്നുണ്ടെങ്കിൽ ഇതാ 2ൻ്റെ ഇവിടെ നോക്കുക, ഇതാണ് ഇനീഷ്യൽ. 5ൻ്റെ ഇവിടെ നോക്കി, ഇതാണ് ഫൈനൽ. നമ്മളോട് ചോദിച്ചത് എന്താണ്? 5 സെക്കൻഡിന് ശേഷം ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ദൂരം വണ്ടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 5 സെക്കൻഡിന് ശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ 1 സെക്കൻഡ് കൂടാതെ 6ാമത്തെ സെക്കൻഡിൽ വണ്ടി നിശ്ചലമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബ്രേക്കിംഗ് ഫോഴ്സ് എപ്പോഴാണ്? ബ്രേക്കിംഗ് ഫോഴ്സ് ഈ ഒരു ടൈം ഇൻ്റർവെല്ലിലാണ്, ആ 1 സെക്കൻഡ്. അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ഇതാ ഒന്നുകൂടി പറയാം. വാട്ട് ഈസ് ദ ബ്രേക്കിംഗ് ഫോഴ്സ് അറ്റ് ദ എൻഡ് ഓഫ് 5 സെക്കൻഡ് ബ്രിങ് ദ ട്രക്ക് ടു സ്റ്റോപ്പ് വിത്തിൻ 1 സെക്കൻഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് വായിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ. സാധാരണ ഇത്തരം ചോദ്യം വരുമ്പോൾ നിങ്ങൾ നേരെ 5 നിങ്ങൾ കണ്ടു, നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി എത്ര എടുക്കും? 0 എടുക്കും. ഫൈനൽ വെലോസിറ്റി എടുക്കും? 15 എടുക്കും. നേരെ ചെയ്യും. കാരണം 5 ഇവിടെയാണ്, ഫൈനൽ വെലോസിറ്റി 15 ആണ്. അങ്ങനെ ചെയ്ത് പോകരുത്. സോ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏതാ നമ്മളെ ടൈം ഇൻ്റർവെല്ല്? 5 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മൾ പഠിച്ചാണ് ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ. F = m × a ആണ് അല്ലേ? m നമുക്ക് തന്നു. എത്രയാണ് m? 1000 കിലോഗ്രാം ആണ്. അപ്പോൾ 1000 × a വരണം. അപ്പോൾ a നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. a കാണുന്ന ഇക്വേഷൻ എന്താണ്? v - u/t ആണ്. ഇവിടെ നമുക്ക് v നമുക്ക് തന്നു. v എപ്പോഴാണ്? 5 സെക്കൻഡിലാണ് v വരുന്നത്. അപ്പോൾ അതെത്രയാണ്? സിയിലുണ്ടാവും, അത് 15 ആണ്. ഞാൻ എഴുതുന്നില്ല, നേരെ വാല്യൂ കൊടുക്കുകയാണ്. a = 15 - u. സോറി v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അല്ല മക്കളെ, മാറിപ്പോകരുത് കേട്ടോ. ഫൈനൽ വെലോസിറ്റി ആണ് v എന്ന് പറഞ്ഞാൽ, ഇനീഷ്യൽ വെലോസിറ്റി ആണ് u എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവസാനം v എന്ന് പറഞ്ഞത് എപ്പോഴാണ്? 6 സെക്കൻഡ് ആയപ്പോഴാണ്. അപ്പോൾ വണ്ടി നിന്നു, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, നിശ്ചലമായിട്ടുണ്ട്. ഗ്രാഫിലും വ്യക്തമാണ്, ഇവിടെ ND ആണ്, 0-ലാണുള്ളത്. അപ്പോൾ v എത്രയാണ്? 0 അല്ലേ? u എത്രയാണ്? 15. സമയം 5 മുതൽ 6 വരെ 1 സെക്കൻഡാണ്. സോ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? a -15 ആണ് കിട്ടുക. m/s² ആണ്. നേരെ എൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. എത്രയാ? -15. ഉത്തരം എത്ര കിട്ടും? 15 × 1000 1500 അല്ലേ? മൈനസ് ഇത്രയും ന്യൂട്ടൺ. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? 15 × 3 0 വരും അല്ലേ? 3 0, അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണേ. 3 0 വരും. സോ 15,000 ആണ് നമ്മുടെ ഉത്തരം. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഗ്രാഫിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കുന്നത് ഞാൻ പിന്നെയും പറയാണ്. സോ ഗ്രാഫിലെ ചോദ്യം ഒരിക്കലും വിട്ടരുത്. ഇത് മാത്രമല്ല, ഇതേപോലെ ഗ്രാഫിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? കൃത്യം 7 മണിക്ക്, ഇന്ന് കൃത്യം 7 മണിക്ക് ഞാനും ശ്രീമത് സാറും വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടാവണം. നമുക്ക് അടിപൊളിയായിട്ട് പ്രോബ്ലങ്ങൾ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ? സീനിയർ സെഷൻ. ബൈ.